പിണറായി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എതിർപ്പൊന്നും പ്രസക്തമല്ല. അവിടെയാണ് ഈ കുഴപ്പം. അത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്, ആ രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം അത് തന്നെയാണ്. അപ്പോൾ തളിപ്പറമ്പ് സീറ്റ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ശ്യാമള മത്സരിക്കട്ടെ എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ. അത് നഷ്ടപ്പെടുമെന്നുള്ളതാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള എതിർപ്പ്. അത് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ അത് ആ റിസ്ക് എടുക്കാൻ പോലും തയ്യാറാണ്. അത്തരം ആളുകളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നല്ലോ കെ കരുണാകരൻ, അങ്ങനെ റിസ്ക് എടുത്ത് വ്യക്തി താല്പര്യങ്ങളാൽ റിസ്ക് എടുത്ത ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം കരുണാകരനുണ്ടായിരുന്നു. പിണറായി വിജയൻ അങ്ങനെ തന്നെയാണ്. പിണറായി വിജയന് ബോധ്യമുള്ളൊരു കാര്യത്തിൽ മറ്റെന്ത് എതിർപ്പ് വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് സമ്മതിക്കില്ല, അത് തീരുമാനിക്കും. ശ്യാമള മത്സരിക്കട്ടെ, ഒറ്റ വാക്കിൽ ശ്യാമള മത്സരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ അത് ഉള്ളിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അത് ഒരു MLA സ്ഥാനത്തേക്ക് മത്സരിച്ച് ശ്യാമള തോൽക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും CPM-നകത്തുണ്ട്. അത് പിണറായിക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പ്രശ്നം ഇതാണ്, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മാനദണ്ഡം കൊണ്ടുവരിക, ആ മാനദണ്ഡം ചില ആളുകൾക്ക് മാത്രം ബാധകമാക്കുക, ചില ആളുകൾ അതിൽ നിന്ന് ഒഴിവാക്കുക. അങ്ങനെയുണ്ടല്ലോ. ഞാൻ മുമ്പ് ഐസക്കിൻ്റെ കാര്യം പറഞ്ഞു. ഐസക്കിനെ പിണറായിയുടെ ഒരു സക്സസറായിട്ട് എന്തുകൊണ്ടാണ് ആരും പറയുക പോലും ചെയ്യാത്തത്? അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലില്ലേ, അദ്ദേഹത്തിന് ബുദ്ധിയില്ലേ, അദ്ദേഹത്തിന് രാഷ്ട്രീയ ചാതുരിയില്ലേ, വാക്ചാതുരിയില്ലേ? ഞാൻ ഈ കഴിഞ്ഞ 2021 മുതൽ 2026 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ KN ബാലഗോപാൽ ഒരു മോശം മന്ത്രിയൊന്നുമല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ ഒരു വലിയ ഭാരം ഏൽപ്പിക്കുകയാണ് പാർട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് താങ്ങാനാവാത്ത ഭാരം. കാരണം കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം നേരിടുന്ന ഒരു മന്ത്രിയായി അദ്ദേഹം വളരെ വിജയകരമായിട്ട് അതിനെ പൂർത്തിയാക്കി. ഈ സമയത്ത് തോമസ് ഐസക് ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, കുറേ കൂടി നന്നായിട്ട് കേന്ദ്രവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയാണ് പിണറായി വിജയൻ സർക്കാരിന്. ഒരുപക്ഷെ സാമ്പത്തിക ഉപരോധത്തിൽ കോംപ്രമൈസായി PM ശ്രീ ഒപ്പിടേണ്ടി വരില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ കൂടി സമർത്ഥമായിട്ട് കേന്ദ്ര ഉപരോധത്തെ നേരിടാൻ കഴിഞ്ഞേനെന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയൊരു പ്രതിഭയായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിനെ വിസ്മൃതിയിലായി കളഞ്ഞു. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം കാണാനില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, പുതിയ തലമുറയെ വളർത്തിയെടുക്കുക എന്നൊരു സിദ്ധാന്തം മുന്നിൽ വെച്ചിട്ട് പാർട്ടിയുടെ കൈവശമുള്ള അസറ്റുകളെ ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്നാൽ പുതിയ തലമുറ കാര്യമായിട്ട് വളർന്നോ? പ്രതീക്ഷിച്ചത്ര വളർന്നോ ആരെങ്കിലും? പിണറായി വിജയൻ്റെ അനന്തരം ഏറ്റെടുക്കാൻ പറ്റിയ ഒരു തലമുറയെ വളർത്തിയെടുത്തോ? അതിൽ സംശയമുണ്ട്. അതാണ് ഇതിലെ മൗലികമായ പോയിന്റ്. അതാണ് ആര് വരുന്നില്ല എന്നുള്ളതാണല്ല. ഇപ്പോൾ ശൈലജ പേരാവൂരിൽ മത്സരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാക്കാനൊന്നുമല്ലോ. അല്ല, ശൈലജ ജയിച്ചാൽ മുഖ്യമന്ത്രിയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പിണറായിയുടെ പിൻഗാമിയായി ശൈലജ വരുമോ? ഇല്ല. സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന, അത്തരം നിലപാടുകൾ ഉറക്കെ പറയുന്നൊരു പാർട്ടിയും ആ സർക്കാരും ശൈലജയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായിക്ക് ശേഷം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ശൈലജ അതിന് അർഹയാണോ? പേരാവൂർ എന്ന് പറയുന്നൊരു അത്ര ഷുവർ അല്ലാത്തൊരു സീറ്റ് പിടിക്കാൻ ഒരു സീനിയർ നേതാവിനെ നിയോഗിക്കുന്നു. അത്രയും മനസ്സിലാക്കിയാൽ മതി.